ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാനേ സൂര്യനെല്ലിയിൽ നിന്നും ബോഡിമെട്ടിലേക്ക് പോകുന്ന വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ സൂര്യനെല്ലിയിൽ നിന്നും നേരെ ബോഡിമെട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെ നാഷണൽ ഹൈവേ 85ലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വേണം തിരിഞ്ഞ് പോകാൻ കേട്ടോ. ഇതേ ഒരു ബസ് പോകുന്നുണ്ടോ, ഇത് മൂന്നാറിൽ നിന്നും മധുരയിലേക്ക് പോകുന്ന ബസ്സാണ്. നാഷണൽ ഹൈവേ 85 ആണ് നമ്മൾ ഈ കാണുന്ന റോഡ്. ഇവിടെ നിന്നും നമ്മൾ തിരികെയാണ്. ഇങ്ങനെ നമ്മൾ 85ലേക്ക് കയറി, നാഷണൽ ഹൈവേ 85ലേക്ക് കയറി കഴിഞ്ഞു, മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് നല്ലൊരു മനോഹരമായൊരു വാട്ടർഫാൾസ് കാണാൻ കഴിയും. ഇതൊരു മൺസൂൺ സീസണിലൊക്കെ നിങ്ങൾക്ക് ഈ വാട്ടർഫാൾസ് ഇവിടെ കാണാൻ കഴിയും. അല്ലാത്ത സമയത്ത് ഈ വാട്ടർഫാൾസ് ഇവിടെ കാണില്ല. ലവ് ഷോർ വാട്ടർഫാൾസ് എന്നാണ് ഇതിൻ്റെ പേര്. ഒത്തിരി സഞ്ചാരികൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ ഇവിടെ നിർത്തി ഇതിൻ്റെ ഫോട്ടോയൊക്കെ പകർത്താനും സെൽഫി എടുക്കാനും കുളിക്കാനൊക്കെ ഇവിടെ നിൽക്കാറുണ്ട്. നല്ലൊരു വാട്ടർഫാൾസാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുകയാണ്. കണ്ടോ, നല്ല വഴിയാണ് കേട്ടോ. ഇത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയാണ്, നാഷണൽ ഹൈവേ 85. ഈ ബോഡിമെട്ട് എന്ന് പറഞ്ഞ സ്ഥലം തമിഴ്നാടിൻ്റെ ഭാഗമാണ് കേട്ടോ. തേനി ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമാണ് ബോഡിമെട്ട്. സീ ലെവലിൽ നിന്നും ഏകദേശം 1500 മീറ്റർ എബോയാണ് ഈ ബോഡിമെട്ട് എന്ന് പറഞ്ഞ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അതിമനോഹരമായൊരു സ്ഥലമാണ്. ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് നമ്മൾ പോകുന്ന ഒരു പാതയാണ് ഇവിടെ. ബോഡിമെട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമ്മൾ തമിഴ്നാട്ടിലേക്ക് കിടക്കുന്നത് കേട്ടോ. നമ്മൾ ബോഡിമെട്ട് എത്താറായി. ഇവിടെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, എക്സൈസ് ചെക്ക് പോസ്റ്റ്. അതാണ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത്. അത് നമ്മൾ ക്രോസ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. ഇവിടെ ഒത്തിരി റിസോർട്ടുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. വളരെ മനോഹരമായ വ്യൂസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. പിന്നെ കോടമഞ്ഞുള്ളപ്പം നല്ല കോടമഞ്ഞുള്ളൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇവിടെ. അപ്പം നമ്മൾ അവിടെ ഇങ്ങനെ വളഞ്ഞ് കയറുകയാണ്. ഈ സ്ഥലമാണ് ബോഡിമെട്ട് എന്ന് പറയുന്നത്. ഇവിടെ GSTയുടെയും എക്സൈസിൻ്റെ ഒക്കെ ആയിട്ടുള്ള ചെക്ക് പോസ്റ്റുകളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ നേരെ മുന്നോട്ട് കയറിയിരിക്കുന്നു. തമിഴ്നാടിൻ്റെ ഭാഗമാണ് ഈ ബോഡിമെട്ട്, ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിന്നും താഴേക്ക് ഇറങ്ങുന്നതാണ് തമിഴ്നാടിൻ്റെ സ്ഥലം. ഇത്തരം താഴേക്ക് കാണാനും കഴിയുന്നതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ്. അവിടെ റിസോർട്ടാണ് കാണുന്നതൊക്കെ. നല്ല മനോഹരമായ ദൃശ്യമാണ് ഇവിടെ. അപ്പോൾ നമ്മൾ മുന്നോട്ടിങ്ങനെ പോവുകയാണ്. ബോഡിമെട്ടിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടികളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൽ. അപ്പോൾ ഇവിടെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് പോകുന്ന ധാരാളം വണ്ടികൾ ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. മൂന്നാറിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് പോകുന്നതും അതേപോലെ തമിഴ്നാട്ടിൽ നിന്നും ഇടുക്കി ഡിസ്ട്രിക്റ്റിലേക്ക് പ്രവേശിക്കുന്ന ഒരു പാതയാണിത്. അപ്പോൾ ഇവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞു ബോഡിമെട്ടിൽ. മുന്നോട്ട് നടന്നു പോവുക കേട്ടോ. ഇവിടെ കൂടുതലും തമിഴ് ആളുകളാണ് ഉള്ളത് കേട്ടോ. നമ്മൾ ഇവിടെ നിന്നും നേരെ മുന്നോട്ട് നടന്നു വരികയാണ്. ഇവിടെ സ്പൈസ് ചായ് നട്ട്സ്, ഇവിടെ ഒരു നല്ലൊരു കോഫി ഷോപ്പുണ്ട്. നമുക്ക് ആ കോഫി ഷോപ്പിലേക്കൊന്ന് കയറാം. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഫ്ലേവേഴ്സ് ഓഫ് ബോഡിമെട്ട് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. നമുക്ക് ഇതാണ് ബോഡിമെട്ട്. ബോഡിമെട്ടിൻ്റെ ചുറ്റുമുള്ള ദൃശ്യമാണ് ഈ കാണുന്നത്. നമ്മൾ ഫ്ലേവേഴ്സ് ഓഫ് ബോഡിമെട്ടിലേക്കൊന്ന് കയറി നോക്കാം. ഇതൊരു കോഫി ഷോപ്പാണ്. ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് ചായ കുടിക്കാനും സ്നാക്സ് വാങ്ങാനും എല്ലാം നല്ലൊരു കടയാണ് കേട്ടോ. അതിൻ്റെ മുമ്പിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. എല്ലാം ഇതും ഉണ്ട്, ജ്യൂസ്, ടീ എല്ലാം ഉണ്ട്. ഉള്ളിലേക്ക് നമുക്കൊന്ന് പ്രവേശിച്ച് നോക്കാം. ഇവിടെ എന്താണുള്ളതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഷോപ്പിൻ്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഒത്തിരി ചോക്ലേറ്റ്സും നട്ട്സും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, ചോക്ലേറ്റ്, സ്നാക്സ് ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട്. അപ്പം നിങ്ങൾക്കിവിടെ വരുവാണെങ്കിൽ ഷോപ്പിൽ കയറി സ്നാക്കും ചോക്ലേറ്റോ എന്ത് വേണമെങ്കിലും വാങ്ങി പോകാവുന്നതാണ്. നല്ലൊരു ഷോപ്പാണ്.
കാണാൻ മനോഹരമായി സജ്ജീകരിച്ചിരിക്കുന്നൊരു ഷോപ്പ് കൂടിയാണിത്. കണ്ടോ, എല്ലാ സാധനങ്ങളും ഉണ്ട്. സോഫ്റ്റ് ഡ്രിങ്ക്സുകളുണ്ട്. എല്ലാം ലഭ്യമാകുന്ന ബോഡിമെട്ടിലെ ഒരു സ്ഥാപനമാണിത്. അതിൻ്റെ അകത്താണ് നമ്മളുള്ളത് കേട്ടോ. അതുപോലെ ഐസ്ക്രീമും എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ബോഡിമെട്ടിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് നിർത്തി ഒരു ചായയൊക്കെ കുടിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നല്ലൊരു സ്പോട്ടാണ് ഫ്ലേവേഴ്സ് ഓഫ് ബോഡിമെട്ട്. ഇവിടെ നിന്നും പൂപ്പാറയ്ക്ക് ഏകദേശം 10 കിലോമീറ്ററാണുള്ളത്. അപ്പം നമുക്ക് ഇവിടെ നിന്നും റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ പൂപ്പാറയ്ക്ക് പോകാം. അതേപോലെ ഇവിടെ നിന്നും ബോഡി നായിക്കന്നൂരിലേക്ക് നമുക്ക് പോകാൻ കഴിയും. 17 ഹെയർ ബെൻഡുകളുള്ള റോഡാണ് ഇവിടെ നിന്നും തമിഴ്നാട്ടിലേക്ക് ബോഡി നായിക്കന്നൂർ എന്ന് പറഞ്ഞ സ്ഥലം വരെ ചെല്ലാൻ. അപ്പോൾ നമ്മൾക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ അതിമനോഹരമായ റോഡാണ്. അതിലൂടെ ഒത്തിരി ഈ ഫോട്ടോസൊക്കെ എടുത്ത് നമുക്ക് പോകാൻ കഴിയും. നല്ല വ്യൂ പോയിൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ അതൊക്കെ ആസ്വദിച്ച് തമിഴ്നാട്ടിലേക്ക് പോകണമെങ്കിൽ ഈ വഴി പോകാൻ കഴിയും. അതിലേ പോകുമ്പോൾ നിങ്ങൾക്ക് കമ്പത്തിലേക്കും അതേപോലെ തേനി മധുര റൂട്ടിലേക്ക് പോകാൻ കഴിയും. അതേപോലെ ചെന്നൈക്ക് പോകാൻ കഴിയും. കൊടൈക്കനാൽ എല്ലാം ഈ വഴി വേണം നമുക്ക് ഇവിടെ നിന്ന് പോകേണ്ടത്. അപ്പോൾ എല്ലാവരും ഈ വഴി സന്ദർശിക്കുക. അതിമനോഹരമായ ഒരു പാതയാണ്. നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒത്തിരി സ്പോട്ടുകളുണ്ട്, വ്യൂ പോയിൻറ്റുകളുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വരിക, ബോഡിമെട്ടിലൂടെ തമിഴ്നാട്ടിലേക്ക് പോകുക. അതേപോലെ തമിഴ്നാട്ടിൽ നിന്നും ഈ വഴി മൂന്നാറിലേക്ക് വരാനും നോക്കുക.